7 വയസ്സായ പ്രഹ്ലാദൻ നരസിംഹത്തെ നോക്കി പറയുകയാണ്, നമ്മൾ തമ്മിൽ കച്ചവടം വേണ്ടാന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങളിത് എവിടെയെങ്കിലും? ഇതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ വൈഭവം, വിശേഷം, അനന്യത. എല്ലാവരും ഭഗവാനെ പേടിക്കും. ഞാൻ പറയും, പേടിക്കാൻ ഇവിടെ ധാരാളം വസ്തുക്കളുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ചവളും നിങ്ങൾ പേടിക്കേണ്ടി വരും. ജനിച്ച കുട്ടിയെയും പേടിക്കേണ്ടി വരും. ഇവിടെ പേടിക്കാൻ ധാരാളം സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭഗവാനെയും കൂടി ചേർക്കണത് എന്തിനാണാവോ? അപ്പോൾ ഭഗവാനെ പേടിക്കണു എന്നുള്ള ആ പറച്ചിലും ചിന്താഗതിയും മാറ്റി, ഭഗവാനോട് എനിക്ക് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ഭഗവാനിലാണ് എനിക്ക് ആശ്രയം എന്നിങ്ങനെ പറയാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭക്തിയുണ്ട് എന്നുള്ളത് കുറേ അളവ് വരെ സമ്മതിക്കാം, മുഴുവനും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഭക്തിയുള്ള ഒരു കുട്ടി 7 വയസ്സേ ആയിട്ടുള്ളൂ. അവനെ പഠിപ്പിച്ചതൊക്കെ വികടങ്ങളാണ്. ശരിയായിട്ടുള്ള പഠിപ്പൊന്നും ഉണ്ടായിട്ടില്ല ആ കുട്ടിക്ക്. ആചാര്യന്മാരായാലും അച്ഛനായാലും എല്ലാം. ഇനി അമ്മ വല്ലത് നല്ലതെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു കുട്ടി ഭഗവാനെ നോക്കി പറയുകയാണ്, നമ്മൾ തമ്മിൽ കച്ചവടം പാടില്ല എന്ന്. അതുകൊണ്ട് എന്നോട് വരം മേടിക്കാൻ പറയരുത് എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറയുക, ഇനി ഞാൻ ധിക്കാരം കാണിച്ചു, ഭഗവാൻ ഒരു വരം മേടിക്കാൻ പറഞ്ഞപ്പോൾ മേടിക്കാത്തത് എൻ്റെ ധിക്കാരമാണ്, ഗർവാണ് എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരം ചോദിക്കാനുണ്ട്. അതെന്താ? കാമാനാം ഹൃദയ സംരോഹം ഭവതസ്തു വരം. എൻ്റെ മനസ്സിൽ ആശകൾ പൊട്ടിമുളയ്ക്കരുത്, ഒറ്റ മുളയും പാടില്ല. ഇതാണ് അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളൊരു വരം എന്ന്. നോക്കൂ, ആ രംഗം എങ്ങനെയാണ് വ്യാസദേവൻ തൊടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. വ്യാസദേവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അല്ലെങ്കിൽ പറയുന്നത് എന്താ? ഭക്തന്മാരുടെ മനസ്സിൽ ഒരു പൊട്ടുപോലും ആഗ്രഹമുണ്ടാവരുത് എന്നാണ്. എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അത് ഭക്തിയല്ല, ഭുക്തിയും ഭോഗവുമാണ്. കേട്ടുവോ പറയണത്? നിങ്ങളൊക്കെ ഭോഗികളാണ്. മിണ്ടരുത് ഭക്തി എന്നുള്ള വാക്ക്. അത് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആശ തോന്നരുത്. മനസ്സിൽ ഭഗവാൻ മാത്രമേ പാടുള്ളൂ. കാണുന്നത് ഭഗവാൻ, കേൾക്കുന്നത് ഭഗവാൻ, ചിന്തിക്കുന്നത് ഭഗവാൻ, തർക്കിക്കുകയാണെങ്കിൽ അതിലും ഭഗവാൻ, ആലോചനയിലും ഭഗവാൻ, എല്ലാറ്റിലും ഭഗവാൻ മാത്രമേ ഉണ്ടാകാവൂ. അതാണ് ഭക്തി. ആ ഭക്തിക്കുള്ള പോക്കിൽ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ പൊട്ടിമുളച്ചാൽ ആ ഭക്തി മുഴുവനും തകരാറിലാവും, തകർന്ന് തരിപ്പണാവും. അപ്പോൾ ഒരിക്കലും ആഗ്രഹമുണ്ടാകരുത് എന്നുള്ള സന്ദേശമാണ് ഈ പ്രഹ്ലാദൻ കുട്ടി മൂലം വ്യാസദേവൻ എല്ലാവരെയും അറിയിക്കുന്നത്. ഈ ആഗ്രഹം പൊട്ടിമുളയ്ക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങളാരും അതത്ര കാര്യമാക്കില്ല. അതെങ്ങനെയാണ് സ്വാമിജി? ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. ആഗ്രഹമില്ലാതെ ആക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ സദാ ഭഗവാൻ അധിവസിക്കും. അപ്പോൾ ഭഗവാൻ അധിവസിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ പിന്നെ അതിലും മീതെയാണോ എന്താഗ്രഹവും? സ്വർഗമോ, വൈകുണ്ഠമോ, കൈലാസമോ, വലിയൊരു കുടുംബമോ, രാജാവിൻ്റെയോ ചക്രവർത്തിയോടെയോ പദോ, ഇതൊന്നും അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കേണ്ടത്? ആഗ്രഹം വിടുക. ആഗ്രഹം വിട്ടാൽ നിങ്ങളുടെ ഹൃദയം ഈശ്വരന് അധിവസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തീരും.